പൃഥ്വി, ഇവിടെ ഈ കൊറോണ മാറിക്കഴിഞ്ഞാലും ചില രീതികൾ, ചില സംവിധാനങ്ങൾ ഒരുപക്ഷേ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ ചെറിയ ക്ലാസ്സുകളെ അപേക്ഷിച്ച് ഈ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, ഹയർ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഈ ലേണിംഗ് സംവിധാനം കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത്തരമൊരു സാധ്യതയാണ് വരും കാലങ്ങളിൽ ഏറ്റവും പ്രയോജനകരം എന്നുള്ള നിരീക്ഷണങ്ങളുമുണ്ട്. അത്തരം ഒരു നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ ഏർപ്പെടുത്താനുള്ള ആലോചനകളും ഒരുപക്ഷെ നടക്കുന്നുണ്ടാകാം. അത്തരത്തിലുള്ള ചില വിലയിരുത്തലുകളും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു അവസ്ഥയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് പൃഥ്വി അത്തരമൊരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? പൃഥ്വി നേരത്തെ പറഞ്ഞു കോളേജിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമില്ല, അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രതികൂലമായ ഘടകം. അതേസമയം തന്നെ ഇത്തരം ഒരു സാധ്യതയെ കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു നീക്കത്തെ, അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായത്തെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ എങ്ങനെ വിലയിരുത്തുന്നു? സർ, ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് എന്ന നിലയിൽ എക്കോണമിയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് അറിയേണ്ടത് എൻ്റെ ഒരു ചുമതലയാണ്. ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഡോളർ റേറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ കമ്പനിയിൽ എന്താണ് നടന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട്, അല്ലെങ്കിൽ ടീച്ചർക്ക് തന്നെ ഗൂഗിളിൽ പോയിട്ട് അതിന്റെ കറക്റ്റ് ഇൻഫോ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പൊ കോളേജിന്റെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ, എൻ്റെ കോളേജ് ആണെങ്കിൽ എനിക്കിപ്പോ ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ ഈ എക്കണോമിക്കലി എന്തൊക്കെ നടക്കുന്നു എന്ന് ഉള്ള ഒരു സ്ക്രീൻ തന്നെ ഞങ്ങളുടെ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇ ലേണിംഗ് വഴി തന്നെ കോളേജ് പ്രൊവൈഡ് ചെയ്യാനും നോക്കുന്നുണ്ട്. അത് നമുക്ക് ആക്സസിബിൾ ആണ്. ഇപ്പോ നമുക്ക് എന്ത് ബുക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും എന്തായാലും അത് നമുക്ക് ഈസിലി ഗൂഗിൾ ത്രൂവോ എന്താണോ അവർ ഉപയോഗിക്കുന്നത്, മെയിൽ ആണെങ്കിലോ അതിൽ കൂടെ നമുക്ക് തരാനായിട്ട് ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ ഈ ഇന്റർനെറ്റ് എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇൻഫോ വേണമെങ്കിലും ഇറ്റ്സ് ഈസിലി ആക്സസിബിൾ കമ്പയർഡ് ടു ദ ഓഫ്ലൈൻ ക്ലാസ്സസ്. യെസ്, പൃഥ്വിയിലേക്ക് എത്താം. ശ്രീ പ്രഭാവി നായർ, ഇവിടെ ഇത്തരമൊരു സംവിധാനങ്ങളെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ ഈ വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം അടക്കം ചില ഉത്തരവുകളും പുറത്തിറക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. കൃത്യമായ ജാഗ്രത, അല്ലെങ്കിൽ കണിശമായ ഒരു ജാഗ്രത, ആ ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും മറ്റെല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുമുള്ള ഒരു മുന്നോട്ടുള്ള യാത്ര, അത് തന്നെയാണ് അധികാരികൾ നിർദ്ദേശിക്കുന്നത്. അതിനെ എത്രത്തോളം സ്വാഗതം ചെയ്യുന്നു താങ്കൾ? ഈ ഒരു ആശങ്ക ഒഴിഞ്ഞ് ഒരു പുതിയ നാളെയെ തിരികെ പിടിക്കാൻ എത്രത്തോളം അനിവാര്യവുമാണത്? ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിലും ടീച്ചർ എന്നുള്ള നിലയിലും നിരഞ്ജന പറഞ്ഞ ആ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് സോഷ്യൽ അറ്റാച്ച്മെന്റ്, ദാറ്റ് ഈസ് നോട്ട്, അതായത് കുട്ടികൾ മാത്രമല്ല, നിരഞ്ജന വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ടീച്ചേഴ്സുമായിട്ടുള്ള സോഷ്യലൈസിങ്, ദാറ്റ് ഈസ് വെരി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് അറ്റ് ദിസ് ഏജ് ഓഫ് യുവർ ട്രാൻസിഷൻ. അപ്പൊ അവിടെ അത് വളരെ വലിയൊരു മിസ്സിംഗ് ആണ്. അപ്പം നമ്മളത് പറയുന്ന പേഴ്സണൽ സോഷ്യൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്, PSHE or PHSE. So ആ ഒരു ഹെൽത്ത് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇസ് കംപ്ലീറ്റ്ലി, അത് പോയി നമ്മുടെ ഈ സമയത്ത്. അത് തിരികെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ തിരിച്ച് ക്ലാസ് റൂമുകളിൽ കൊണ്ടുവന്നേ പറ്റൂ, സ്കൂളുകളിൽ കൊണ്ടുവന്നേ പറ്റൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീമതി സുധ പറഞ്ഞ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. അതായത് വീട്ടില് രക്ഷകർത്താവ് വിളിച്ച് ചോദിക്കുമ്പം ഇന്റർനെറ്റ് ഫോൾട്ട് ആണ്, അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഞാൻ ആസ് എ ടീച്ചർ ഞാനത് വിശ്വസിക്കില്ലായിരുന്നു. കാരണം പക്ഷേ ഇൻ ബിറ്റ്വീൻ പലപ്പോഴും ഞാൻ മൾട്ടിപ്പിൾ സിസ്റ്റത്തിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലെ, അതായത് പല ലാപ്ടോപ്പും മറ്റേ ഡെസ്ക്ടോപ്പും ഒക്കെ പഠിപ്പിക്കുമ്പോഴും എനിക്ക് രണ്ടും ഫോൾട്ട് വന്ന സമയങ്ങളുണ്ട്. അതായത് സ്കൂളിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് വൈഫൈയും എല്ലാം ഉള്ള സ്ഥലത്ത് ഞാൻ വി ഫെയിൽ, നമ്മളത് പരാജയപ്പെട്ടു. അപ്പൊ പക്ഷെ നമ്മളൊരു കുട്ടി അത് പറയുമ്പം നമ്മൾ ഒരുപക്ഷെ വിശ്വസിക്കുന്നില്ല.
പക്ഷെ അതൊരിക്കലും ശരിയുള്ളൊരു കാര്യമല്ല. ടീച്ചറിനായാലും പേരന്റിനായാലും പോലും. കാരണം നമ്മൾ നമ്മുടെ കുട്ടിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല അവിടെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീച്ചറിന് ആ കുട്ടിയെ എത്രത്തോളം അറിയാം. ഫോർ മീൻസ് ഒരു ഹോൾ ഇയർ പഠിപ്പിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഒതന്റിസിറ്റി അറിയണം ആ ടീച്ചർ. സോ അത് അറിയാമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പണിഷ് ചെയ്യേണ്ട കാര്യമില്ല, ആ കുട്ടിയെ സസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കൽ ഒന്ന് ഓഫായെന്ന് വിചാരിച്ചു നമ്മൾ ക്യാമറ ഓൺ ചെയ്യാൻ പറയും. പല പേരൻസും ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലീസ് അവരോട് പറയുക കുട്ടികളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ക്യാമറ ഓൺ ചെയ്യണമെന്ന്. കാരണം പേരൻസ് വീട്ടിലില്ല. സോ നമുക്ക് അവർക്ക് കൺഫേം ആകാനാണ് ഈ കുട്ടികളെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അത് നമ്മൾ സക്സസ്ഫുൾ ആണ് ടു എ ഗ്രേറ്റർ എക്സ്റ്റെന്റ്, ബട്ട് നോട്ട് ഈവൻ 90%. മേ ബി ബിലോ 70% ഇറ്റ് ഈസ് സക്സസ്ഫുൾ. പക്ഷേ ഒരു 40 സ്റ്റുഡൻസ് ഉള്ള നമ്മുടെ കുട്ടിയുടെ ക്ലാസ്സിലൊന്നും അത് നടന്നു വരില്ല. പിന്നെ അതുകൊണ്ട് ഇന്റർനെറ്റ് ഫോൾട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫോൾട്ട്സ് എല്ലായിടത്തും നടക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് സ്കൂൾസ്. അപ്പൊ അതിന് പാവം നമ്മുടെ സിൻസിയർ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ പഴി ചാരരുതെന്നാണ് എനിക്ക് ടീച്ചേഴ്സിനോടും ഒപ്പം പേരൻസിനോടും തന്നെ അവരെ സസ്പെക്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിരഞ്ജൻ പറഞ്ഞ ഓൺലൈൻ അസസ്മെന്റും മിസ്റ്റർ സുരേഷ് സൂചിപ്പിച്ച ഫ്യൂച്ചർ, അതിനെക്കുറിച്ചുള്ള വളരെ ഒരു വാല്യുബിൾ പോയിന്റ് ഉണ്ട്. കാരണം റീസെന്റ് കേംബ്രിഡ്ജും UK ബോർഡ്സ് എല്ലാം സീരിയസ്ലി പ്ലാൻ ചെയ്യാണ് ഈ ഓൺലൈൻ അസസ്മെന്റ്സ് എടുക്കേണ്ടി വന്നാൽ. അത് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഓൺലൈൻ ടീച്ചിങ് മാറി ഫിസിക്കൽ സ്കൂളിംഗ് വന്നാൽ പോലും they are thinking of some assessments taken online. അതിനുള്ള ഒതന്റിസിറ്റി ടെസ്റ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പം ഈ കുട്ടികളെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്നാൽ പോലും മെജോറിറ്റി ഓഫ് നമ്മുടെ ഇന്ത്യൻ സ്കൂളിന്റെ ആയാലും മറ്റ് സ്കൂളുകളുടെ ഇന്റർനാഷണൽ സ്കൂളുകളുടെ ആയാലും ടൈം പോകുന്നത് അസസ്മെന്റിലാണ്. അപ്പൊ ഈ അസസ്മെന്റ് കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നാൽ പോലും ഈ ഓൺലൈൻ ടെക്നിക് അത് സിൻസിയർ ആയിട്ട് നമ്മുടെ കുട്ടികളും എല്ലാവരും ഫോളോ ചെയ്താൽ there is a future for that. അതുകൊണ്ട് ഇപ്പം ഓൺലൈൻ ഇതൊക്കെ മാറിയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ സ്കൂളിൽ പോയാൽ ഈ ഓൺലൈൻ അസസ്മെന്റ്സ് ഒന്നും വെറുതെ ആവില്ല. ഇതിനൊക്കെ വാലിഡിറ്റി ഉണ്ട്. കാരണം ഓൺ എ വീക്കെൻഡ് അവർക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒതന്റിക് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റിയാൽ. ഇപ്പൊ ഞങ്ങളും അതുപോലൊരു ഒതന്റിക് പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു വാഫിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ്. അത് വളരെ ഒതന്റിക് ആണ്. കുട്ടികൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബിൽ നിന്ന് മറ്റൊരു ടാബിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്യപ്പെടും. സോ നമുക്ക് റിസൾട്ട് വരുമ്പം അവരുടെ പേപ്പർ തിരിച്ചയക്കുമ്പം നമുക്ക് കാണാൻ പറ്റും ഹൗ മെനി ടൈംസ് ഈ സ്റ്റുഡന്റ് ഓഫ് ടാബ് പോയെന്ന്. അപ്പൊ അത് വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ എത്രത്തോളം ഈ ഒതന്റിക് ആണെന്ന് ഇത് ചെയ്യാൻ പറ്റും. ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് ബൈ നെക്സ്റ്റ് വീക്ക് ഓർ കമ്മിങ് വീക്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. കാരണം അത് ചെയ്തെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അസസ്മെന്റ്സ് ഒന്നും വാലിഡോ ഒതന്റിക്കോ അല്ല. പിന്നെ മിസ്റ്റർ സുരേഷ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് കുട്ടികളെ. ഒമാൻ ഗവൺമെന്റിന്റെ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രേഡ് 1 to 12 യു ക്യാൻ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആൻഡ് ഹെൽത്ത് കണ്ടീഷൻസ് ആർ ഓർ റിക്വയർമെന്റ്സ് ആർ മെറ്റ്. പക്ഷേ ഗ്രേഡ് 12 മസ്റ്റായിട്ട് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പക്ഷേ അത് എത്ര സ്കൂളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്? ഞങ്ങൾക്ക് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ ഗ്രേഡ് 12 പോലും നമുക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ത്യൻ സ്കൂളിനെ പോലുള്ള ഒരു സ്കൂളിനെ അത് കൊണ്ടുവരുന്നത് മേ ബി അത് ഞാൻ സുപ്രീം കമ്മിറ്റിയുടെ ഡിസിഷൻ ഫുള്ളി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. കാരണം അത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ആ ഗ്രേഡ് 12 സ്റ്റുഡൻസ് പോകുന്ന അവരുടെ ഫൈനൽ സ്കൂൾ ഇയർ എങ്കിലും അവർക്കൊരു മെമ്മറി ആകാൻ, ഈ രീതിയിലുള്ള ഒരു ബാഡ് മെമ്മറിയിൽ അവർ ഈ സ്കൂൾ ലീവ് ചെയ്യാതെ ഒരു ഗുഡ് മെമ്മറിയോട് കൂടി ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇപ്പം. അപ്പം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല സ്കൂളുകൾക്കും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല കുട്ടികളെ. അതിന് പല റീസൺസ് ഉണ്ട്. കാരണം ഈ ഇന്ത്യൻ സ്കൂളിലൊക്കെ ലാർജ് കമ്മ്യൂണിറ്റി ദേ കനോട്ട് ബ്രിങ് ഇറ്റ് ബാക്ക്. സോ ഞങ്ങളെ പോലെ ആയാലും ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഇൻ ദ കൺട്രി ഇല്ല, പുറത്താണ് 50%. നമുക്കപ്പോൾ ഇൻ സ്കൂൾ പഠിപ്പിക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ക്ലാസ്സുകൾ. പക്ഷേ എവരി വൺ ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് വി ആർ ഓൾ ശരിക്കും ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് പഴയതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് സ്കൂളിൽ ക്രിയേറ്റ് ചെയ്യാൻ. ഞങ്ങളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പം empty സ്കൂൾ കാണുമ്പം എന്ത് വേദനയുണ്ടെന്നറിയാമോ? മനസ്സിന് ശരിക്കും വേദനയുണ്ട്. ഈ കുട്ടി നിരഞ്ജന പറഞ്ഞതുപോലുള്ള ആ കുട്ടിക്ക് തോന്നുന്ന അതേ ഫീലിംഗ് ടീച്ചേഴ്സിനും തോന്നുന്നുണ്ട്. ലൈവ്ലി ആയിട്ടുണ്ടായിരുന്ന ഒരു സ്കൂളാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എംപ്റ്റി നൗ. സോ ഞങ്ങൾക്ക് നിങ്ങളുടെ കളിയും ചിരിയും എല്ലാം കാണാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് ഒരുമിച്ച് വരാൻ
വേണ്ടിയുള്ള അവസരം ഒരുക്കാൻ ഗവൺമെന്റ് ഈസ് നൗ ടേക്കിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻഡ് ദേ ആർ ഇൻസിസ്റ്റിംഗ് അസ് ടു നമുക്ക് ഗ്രേറ്റ് ടോൾസിനെങ്കിലും കൊണ്ടുവരിക. അതിനുശേഷം ഹൈബ്രിഡ് ലേണിംഗ്, കുറെ സ്കൂളുകളുണ്ട് ഒമാനിൽ ഇപ്പോൾ ഹൈബ്രിഡ് ലേണിംഗ് പോകുന്നത്. ബ്രിട്ടീഷ് സ്കൂൾ പോകുന്നുണ്ട്, ABA പോകുന്നുണ്ട്, QPS. ദർ ആർ സോ മെനി സ്കൂൾസ്. പിന്നെ അവര് ഹൈബ്രിഡ് ലേണിംഗിലേക്ക് പോയി. ആ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. ദേ ആർ വെരി സേഫ്. ടച്ച് ദേ ആർ വെരി സേഫ്. ദൈവ അനുഗ്രഹം കൊണ്ട് അവരെല്ലാവരും വളരെ സേഫാണ്. അതെ, അത്തരം പല രീതികളും പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഏതായാലും പോസിറ്റീവായി നമുക്കതിനെ സമീപിക്കാവുന്നതുമാണ്. അതേസമയം തന്നെ രക്ഷിതാക്കൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ആശങ്കകൾ ഉണ്ടാവുക എന്ന് തോന്നുന്നു. കാരണം മക്കളുടെ ഭാവിയെക്കുറിച്ചോർത്ത് എപ്പോഴും അവർ ആ ഒരു ആശങ്ക പങ്കുവയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ, ഈ കൊറോണയുടെ ഘട്ടത്തിൽ നമുക്ക് കൊറോണ മാറി എന്ന് പറയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ വിദഗ്ധർ എപ്പോഴാണ് അത് മാറുക, ഒരു വാക്സിൻ കണ്ടെത്തുക, കൃത്യമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നതിന് ഉത്തരം ലോകത്തിന് ഒരിക്കലും നൽകാനും സാധിക്കുന്നില്ല. കാരണം എല്ലാവരും പ്രതീക്ഷകൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകുന്നത്, അതിൻ്റെ സാധ്യതകൾ ഉണ്ടാകുന്നു. പക്ഷേ അതേസമയം തന്നെ മക്കളെ ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിലേക്ക് വിടാനുള്ള ഒരു മാനസിക വിഷമവും പല രക്ഷിതാക്കളും പങ്കുവച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ശ്രീമതി സുധാ രഘുനാഥ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്യൂച്ചറിനെ നോക്കിക്കാണുന്നത്? ഇപ്പോ ആശങ്ക തന്നെയാണ്. ഈവൻ ദോ അവർക്ക് ഓൺലൈനിൽ ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഇനി അടുത്ത വർഷം എപ്പോഴാണ് സ്കൂൾ തുറക്കുക എന്ന ഒരു ഇൻസർട്ടനിറ്റി ആണ്. ആദ്യം ജാനുവരി പറഞ്ഞു. ഇതിനൊരു സർവേ ഉണ്ടായി മസ്കറ്റില്. എനിക്ക് തോന്നുന്നു കുറെ അധികം പേരൻസും കുട്ടികളെ സ്കൂളിലോട്ട് വിടാൻ താല്പര്യമില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ എങ്ങനെയാ വിശ്വസിച്ച് വിടുക ഗ്രൂപ്പായിട്ട്? പിന്നെ കുറെ ഇതിന് അവര് ഓപ്ഷൻസ് വെച്ചിരുന്നു. പക്ഷെ അതൊന്നും ആസ് എ പേരന്റ് ആരും കുട്ടികളെ വിടാൻ തന്നെ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ. കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നു, സ്കൂളിൽ പോകുന്നു, എത്രയാന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ പൊത്തി വെക്കുക. ഈ ഒരു ടൈം ബട്ടർഫ്ലൈയെ പോലെ അവര് പറന്ന് നടക്കണ ഈ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മള് വീട്ടിനുള്ളിൽ തന്നെ വെച്ച് വളർത്തുകയാണ്. എന്തേലും ഒരു കേസ് ബിൽഡിംഗ്, ഇവിടെ ഫ്ലാറ്റ് സിസ്റ്റം, താഴെ കളിക്കാൻ പോയാലും ഈ പോലീസ് അതിലേതിലെ പോകുമ്പോ പിള്ളേരെ കേറിപ്പോവും എന്ന് പറയും. വീട്ടിനുള്ളില് ഫുൾ ടൈം ഇവര് ഓൺലൈൻ ക്ലാസ്, അപ്പാർട്ട് ഫ്രം ഓൺലൈൻ ക്ലാസ് ഇവര് ഫുൾ ടൈം ഫോണിലാണ് അല്ലെങ്കിൽ ടിവിയിലാണ്. ഇവർക്കൊരു റെസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല കണ്ണിൽ. ഇടയ്ക്കിടയ്ക്ക് തലവേദന പറയും. ഇത് എന്റെ അനുഭവമല്ല, ഒരുപാട് ഇവിടെയുള്ള പേരൻസ് നമ്മൾ ഡിസ്കഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോ എന്തായാലും കുട്ടികളെ ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ വിടുന്നതിനോട് എനിക്ക് തീർത്തും യോജിക്കാൻ പറ്റത്തില്ല. നിരഞ്ജന, എങ്ങനെയാണ് രക്ഷിതാക്കൾ പറയുന്നത്? എങ്ങനെയാണ് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം? അതോടൊപ്പം തന്നെ ഈ അധ്യാപകർ ഇപ്പോൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നു, അവർക്ക് ആകുന്ന വിധം കൃത്യമായ രീതിയിൽ തന്നെ അവർ പാഠഭാഗങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ പരിമിതികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണത് പറയാൻ സാധിക്കുക. ഒരുപക്ഷെ അധ്യാപകരോടോ രക്ഷിതാക്കളോടോ നേരിട്ട് പറയാനുള്ള ഒരു മടിയുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാകാം എങ്ങനെയാണ് അത്തരമൊരു സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല മറ്റൊരു രീതിയിലായി കഴിഞ്ഞാൽ കൂടുതൽ അത് നല്ലതായേനെ എന്ന്. ഏത് രീതിയിലാണ് അങ്ങനെയുള്ള അഭിപ്രായം ഉണ്ടോ? ഏത് രീതിയിലാണ് നിരഞ്ജനയ്ക്ക് പറയാനുള്ളത്? ഇപ്പം സത്യം ഹെൽത്ത് ആണ് എല്ലാവരുടെയും കൺസേൺ, ടീച്ചേഴ്സ്, പേരൻസ് ആസ് വെൽ ആസ് ചിൽഡ്രൻ. അപ്പൊ പിന്നെ സ്കൂളിൽ പോകുന്ന ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ അല്ല അത്. അത് ഓൺലൈനിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ആണ്. അപ്പം ഈ പാൻഡമിക്കിനുള്ളിൽ നമുക്ക് ഓൺലൈൻ വി ഷുഡ് നോട്ട് സ്റ്റോപ്പ് അവർ എഡ്യൂക്കേഷൻ ദർ. നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ക്ലാസ്സസ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഉണ്ട്, 40 to 45 minutes. ആൻഡ് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, അതും ജസ്റ്റ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പൊ ടീച്ചേഴ്സ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദേ ട്രൈ ദ ബെസ്റ്റ് ടു കംപ്ലീറ്റ് ദ സിലബസ് ഇൻ ദ ഗിവൻ പീരീഡ് ഓഫ് ടൈം. ആൻഡ് അവര് പറ്റാത്ത പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കണോ അതോ നോട്ട്സ് എഴുതണോ എന്ന് പറഞ്ഞിട്ട്.
ഇപ്പം ഈവൻ ദോ റെക്കോർഡഡ് മീറ്റിംഗ്സ് ആണ്, അത് പിന്നെ റിവ്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ആ 40 മിനിറ്റ്സിന്റെ ആ സാധനം നമ്മൾ പിന്നെ റിവ്യൂ ചെയ്യാൻ സമയമില്ലായിരിക്കും. ബിക്കോസ് അത്രയധികം ഈ പ്രാക്ടിക്കൽസും കൂടെ ഇല്ലാത്തതുകൊണ്ട് അത്രയധികം അസൈൻമെന്റും ഇതൊക്കെയാണ് നമ്മൾ ഫൈലപ്പ് ആയിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ PPTയും വേർഡ് ഡോക്യുമെന്റ്സ് അതൊക്കെ ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതൊന്നും ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ നമുക്ക് സമയം ഇല്ലായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ക്ലാസ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നോട്ട് എഴുതുക, അതൊരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് ഉള്ളൊരു ഇതായിട്ട് തോന്നിയത് വെച്ചാൽ ഇന്ററാക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു ഒരു ക്ലാസ് കോൺഫറൻസ് പറഞ്ഞിട്ട്. അതെന്ന് വെച്ചാൽ എല്ലാ മാസവും എൻഡ് ആകും ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. അത് പക്ഷെ സത്യത്തിന് നന്നായിട്ട് ബെനിഫിഷ്യൽ ആണ്. എന്റെ സ്കൂളിൽ വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ കുറെ പേരുണ്ട്. അപ്പൊ അവരെ ഒന്ന് പരിചയപ്പെടാനും പുതിയ ക്ലാസ് ടീച്ചറിനെ കുറിച്ചും സബ്ജക്ട് ടീച്ചേഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അവരുടെ ലൈക്സും ഡിസ്ലൈക്സ് എന്താണ് അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ക്ലാസ് റൂം ക്ലാസ് കോൺഫറൻസ് പറയുന്നത്. അപ്പോൾ അതെന്റെ വലിയ ആഗ്രഹമായിരുന്നു, അതവർ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നെ വേറെ ഒരു ഇതും ഇല്ല സർ ആസ് ഓഫ് നൗ. യെസ്, പൃഥ്വി, നേരത്തെ എൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പൃഥ്വിയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. ചില വ്യക്തത കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു അതിഥിയിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പോയത്. അതിൻ്റെ ഒരു തുടർച്ച പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതകൾ. അതേസമയം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ഏത് രീതിയിലുള്ള പരിമിതികളുണ്ട്, അതെങ്ങനെ കുറച്ചുകൂടി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്ന രീതിയിലുള്ള ആ ഒരു സജഷൻസും. ഇ ലേണിംഗ് കുറച്ചും കൂടെ എങ്ങനെ എഫക്റ്റീവ് ആക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആദ്യം തന്നെ നിരഞ്ജന പറഞ്ഞ പോലെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ തന്നെയാണ്, അത് നല്ലോണം മിസ്സാകുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചർ നമ്മളെ നോക്കുന്നില്ല, അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു 5-10 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോ ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് അതും പോലും ഉണ്ടാവാത്ത സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ആസ് എ സ്റ്റുഡന്റ്. അപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ ടീച്ചർ പഠിപ്പിക്കുന്നത് 10 മിനിറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത 10 മിനിറ്റ് എന്താണ് നടക്കുന്നതെന്ന് ഒരു കണക്ഷനും കിട്ടാതെ വരുന്ന പല സാഹചര്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ. പിന്നെ പറയുകയാണെങ്കിൽ വേറെ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ആകെ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ എനിക്ക് കിട്ടാറില്ല. പൃഥ്വി, അതേസമയം തന്നെ ഈ ഒരു കാലം മാറിയതിന് ശേഷം എത്രത്തോളം പ്രതീക്ഷയോടെ കാണുന്നു ഈ ഒരു വിദ്യാഭ്യാസ മേഖലയെ? സർ, ഇതുവരെ ഞങ്ങൾക്ക് പോയ എന്തൊക്കെ ഇൻഫോർമേഷൻസ്, അതായത് ഇപ്പോ സ്കൂളിൽ പറയുകയാണെങ്കിൽ CBSE തന്നെ പല പോർഷൻസ് കട്ട് ചെയ്തു. അപ്പോ 11th 12th പഠിക്കുന്ന കുട്ടികൾക്ക് അതെന്താണെന്ന് പോലും അറിയണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ അത് പഠിച്ചിട്ട് കോളേജിലേക്ക് വന്നതാണ്. ഇപ്പൊ നിരഞ്ജനയ്ക്ക് തന്നെ അറിയായിരിക്കും, സയൻസിൽ തന്നെ പല പോർഷൻസും കട്ട് ചെയ്ത് മാറ്റി. ഇപ്പൊ ടീച്ചേഴ്സായ പ്രൊഫസറിന് അറിയായിരിക്കും, അങ്ങനെ കുറെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോ അവരിനി ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ അതെന്താണെന്നൊരു ടീച്ചറിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പൊ ആ ടീച്ചർ എന്താണെന്ന് അത് വീണ്ടും പറഞ്ഞ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ആസ് എ സ്റ്റുഡന്റ് അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ആസ് എ ടീച്ചർ അത് അവരുടെ പ്രശ്നമല്ല. അപ്പൊ അത് എങ്ങനെ കോപ്പപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ ആ കുട്ടിയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു മേജർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇനിയുള്ള കാലങ്ങളിൽ, അതായത് ഈ കോവിഡ് മാറി പാൻഡമിക് മാറി സ്കൂളുകളും കോളേജിലൊക്കെ തുറക്കുമ്പോൾ ടീച്ചർമാര് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രൊഫസേഴ്സും അതൊന്ന് അനലൈസ് ചെയ്ത് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശ്രീ പ്രഭാവി നായർ, ഇവിടെ രക്ഷകർത്താവിൻ്റെ പ്രതിനിധിയായി എത്തിയവരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി എത്തിയവരും പങ്കുവച്ച ചില ആശങ്കകളുണ്ട്. ഒന്ന്, ഈ മക്കളെ സ്കൂളിലേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതേസമയം തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ചില പഠനത്തിൻ്റെ രീതികളുമായി ബന്ധപ്പെട്ട്, അത് പൃഥ്വി പറഞ്ഞത് ശ്രദ്ധേയമാണ്. അത് അധ്യാപകരുടെ ഒരു പ്രശ്നമല്ല, രക്ഷിതാക്കളുടെ പ്രശ്നമല്ല, വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല, ഇതൊരു പരിമിതിയുടേതാണ്. പരിമിതിയുടെ കാലത്ത് അത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ അവിടെയും ചില ശ്രദ്ധ, കൂടുതൽ അനിവാര്യമായ ഘടകങ്ങളുമുണ്ട്, അല്ലെങ്കിൽ അനിവാര്യമായ ചില മേഖലകളുണ്ട്. അവിടെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു അഭിപ്രായത്തിന് ഒരു മറുപടിയും.
ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ പൃഥ്വി പറഞ്ഞ ലാസ്റ്റ് ഞാൻ തുടങ്ങാം. കാരണം പൃഥ്വി പറഞ്ഞത് ശരിയാണ്. പല എക്സാം ബോർഡുകളും ചില സിലബസ് ടോപ്പിക്കുകൾ, ചില കണ്ടന്റുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ എൻ്റെ വിശ്വാസം മോസ്റ്റ് ഓഫ് എല്ലാ ബോർഡുകളിലെയും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സോ പ്രൊഫഷണൽസോ ശരിക്കും ആലോചിച്ചിട്ട് ഈ ടോപ്പിക്കുകൾ എയ്തർ നിങ്ങൾ ഒരിക്കലെങ്കിലും കവർ ചെയ്തിട്ടുണ്ടാകാം ടു എ ലെസർ ഡെപ്ത്. അതർവൈസ് you may not need, for example, you are going for engineering, medicine or a particular course, so that will not affect your learning skills there much. And എനിക്കറിയാവുന്നിടത്തോളം നമ്മളിപ്പം നിങ്ങൾ +2 അല്ലെങ്കിൽ A levels ഒക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിനൊക്കെ പോയാലും some of them are starting with the foundation. Okay, so you do physics or chemistry or biology or commerce, start bit lower level in the university. They are not going to just jump directly from the grade 12 syllabus. So ഞാൻ നോക്കിയിടത്തോളം എൻ്റെ അറിവിൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ചിടത്തോളം ടോപ്പിക്സ് റിമൂവ് ചെയ്യപ്പെട്ടത് ഇവിടെ ഒമാൻ ഗവൺമെന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ടോപ്പിക്സുകളൊന്നും കാര്യമായി ഈ സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ആണ് എൻ്റെ വിശ്വാസം. അത് പിന്നെ ഇന്ത്യൻ സ്കൂൾ സിലബസിൽ നിന്ന് എത്രത്തോളം മാറ്റിയെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഐ എം വെരി ഷുവർ എക്സ്പേർട്സ് ആണ് അവർ മാറ്റിയിട്ടുള്ളത്. സോ അവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എഡ്യൂക്കേഷനെ കാര്യമായി ഫ്യൂച്ചർ സെക്കൻഡറി എഡ്യൂക്കേഷനെ ബാധിക്കാത്ത രീതിയിലായിരിക്കും അത് മാറ്റിയിട്ടുള്ളത്. അതിന് കൂടുതൽ മേ ബി ഒരു ലെസ് എഫർട്ട് കൊണ്ട് തന്നെ ലിറ്റിൽ എഫർട്ട് കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതിനെക്കുറിച്ച് ഓർത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്, നിങ്ങളിപ്പോ ഈ ഓൺലൈൻ ഇന്ററാക്ഷനെ കുറിച്ചും പറഞ്ഞു. ഇപ്പം എനിക്കറിയാവുന്ന ചില പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ പല ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ട്രെയിനിങ്ങിലും ഒക്കെ പോകുമ്പോൾ വി ഹാവ് നമുക്കൊരു ഇതുണ്ട്, വോൾ ഉണ്ട്. ആ വോളിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, വേറൊരാളത് പോസ്റ്റ് ചെയ്യുന്നു, നമ്മൾ എന്നിട്ട് അതിനെ കമന്റ് ചെയ്യുന്നു. സോ ആ രീതിയിൽ കമന്റ് ചെയ്ത് പോകുന്ന പ്ലാറ്റ്ഫോംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇൻ കേസിൽ നമ്മളെല്ലാവരും ഹോപ്പ് ചെയ്യുന്നത് പാൻഡമിക് എൻഡ് ചെയ്യും, വി വിൽ ബി ബാക്ക് ടു സ്കൂൾ. പക്ഷെ അതല്ലെങ്കിൽ തന്നെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷന് വേറൊരു ഫേസ് ഉണ്ട്. ആ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഇന്ററാക്ട് ദ സെയിം വേ ആസ് യു ആർ ഡൂയിങ് ഇൻ സ്കൂൾ. പക്ഷെ ഫിസിക്കലി നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. ബട്ട് അവർ ഐഡിയാസ് ക്യാൻ ബി ഇന്ററാക്റ്റഡ്. അതിന് യാതൊരു സംശയവുമില്ല. അത് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഈ ഓൺലൈനിൽ തന്നെ ഉണ്ട്. എസ്പെഷ്യലി പൃഥ്വിക്കൊക്കെ അത് യൂസ്ഫുൾ ആകും. കാരണം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ ഈ രീതിയിലുള്ളത് കണ്ടിന്യൂ, ഈവൻ ദോ യു ആർ ഗോയിങ് ടു ബി ഫിസിക്കലി ഇൻ ദ യൂണിവേഴ്സിറ്റി ഓർ കോളേജസ്, ഇത് കണ്ടിന്യൂ ചെയ്യും. അതൊരു പർട്ടിക്കുലർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ്. അപ്പൊ അത് അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഇപ്പൊ വന്നിട്ട് വേറൊരു വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരൻസിന് ഗവൺമെന്റ് പറഞ്ഞു സ്കൂൾ ഓപ്പൺ ചെയ്യുന്നു, കുട്ടികളെ സ്കൂളിൽ വിടാം. പിന്നെ എൻ്റെ മോള് തന്നെ പറഞ്ഞു ഷീ വിൽ നോട്ട് കം. എൻ്റെ മകള് പറഞ്ഞത് ഷീ വിൽ നോട്ട് കം. അപ്പൊ അത് കാരണം പേടിയാണ്. അപ്പൊ ആ രീതിയിൽ ഓഫ് കോഴ്സ് ആസ് എ പേരന്റ് ഓൾസോ ഐ ഷുഡ് ഓൾസോ ഹാവ് ദാറ്റ് കൺസേൺ. ഞാൻ ആ സ്കൂളിലായിട്ട് പോലും എന്നേരം ഇമാജിൻ. അപ്പൊ അല്ലാത്ത പേരൻസിന് വറീസ് ഉണ്ടാവും. കാരണം നമുക്ക് ഒരിക്കലും ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് പറഞ്ഞത് 1 to 11 വീട്ടിൽ തന്നെ ഇരിക്കാം, പക്ഷെ 12th സ്കൂളിൽ പോകാൻ പറഞ്ഞ കാരണം അവർക്ക് അത് മിസ് ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതും എനിക്ക് തോന്നുന്നത് വളരെ സൂൺ ബൈ ജാനുവരി there are preparations to start at least blended learning for almost all the schools. അങ്ങനെ ബ്ലെൻഡഡ് ലേണിംഗ് വരുമ്പം മേ ബി ഇറ്റ് ഈസ് എ ബിഗ് ചലഞ്ച് ഫോർ ദ ഇന്ത്യൻ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. പക്ഷെ അത് എത്രത്തോളം ടേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ പിന്നെ നിരഞ്ജന പറഞ്ഞ കാര്യത്തിന് ഒരു ചെറിയൊരു അടിവര എനിക്കിടേണ്ടതായിട്ടുണ്ട്. ഈ ഇന്ത്യൻ സ്കൂൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, എത്ര നാള് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നറിയാമോ? ഞങ്ങളൊക്കെ വളരെ ലക്കിയാണ്. ഞങ്ങൾക്ക് 2 months സമ്മർ ഹോളിഡേയ്സ് കിട്ടി. ഈ കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല ഒന്നും. അവര് കഴിഞ്ഞ 2019 സമ്മർ ഹോളിഡേ എടുത്തതാണ്. പിന്നെ ഒരു തിരിച്ചു വന്നിട്ട് അവർക്ക് കിട്ടിയിട്ടേ ഇല്ല ഹോളിഡേയ്സ്. എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും ഈ പാൻഡമിക് സിറ്റുവേഷനിൽ? മറ്റ് പ്രഷേഴ്സ് എല്ലാം ഉണ്ട്. സൊസൈറ്റിയിൽ കാണുന്ന ഫ്രണ്ട്സിനെ മിസ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട്
without a holiday, and the teachers also and the students, I think hats off to them. കാരണം അവര് ഇത്രയും ഈ ടയർലെസ് ആയിട്ട് ഇത്രയും വർക്ക് ചെയ്തു. എന്നിട്ട് on top of that, I think they also have youth festivals going online, and the other all celebrations are also going online, and students or teachers are equally participating. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. സോ ആസ് എ ഹ്യൂമൻ ബീയിങ് ഐ റിയലി അപ്രീഷിയേറ്റ് ദ ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യൻ സ്കൂൾ, ബിക്കോസ് അവര് എനിക്കറിയില്ല എങ്ങനെ അവർ മാനേജ് ചെയ്തെന്ന്. നൗ ഐ തിങ്ക് ഒരു മാസം ക്രിസ്മസ് ഹോളിഡേ വരുന്നുണ്ട്, അതിൽ കണ്ണു നട്ടിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നാട്ടിൽ പോയിട്ട് വരാനുള്ള സാഹചര്യങ്ങളല്ലല്ലോ പിന്നെയും. കാരണം കോവിഡ് ടെസ്റ്റും ബാക്കി ക്വാറന്റൈനും കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്കൊന്നും നാട്ടിൽ പോകാനുള്ള ഒരു ചേഞ്ചസ് പോലും ഇല്ല, വീണ്ടും ഇവിടെ തന്നെ കഴിയാം. അങ്ങനെയുള്ള ആ ഫ്രസ്ട്രേഷനിൽ ഐ തിങ്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഹെൽപ്പ്, നോട്ട് ഓൺലി ഫോർ സ്റ്റുഡൻസ്, ഈവൻ ഫോർ ടീച്ചേഴ്സ് ആർ റിക്വയർഡ്. ഐ എം വെരി ഷുവർ ഈ ടീച്ചേഴ്സിന്റെ ഫ്രസ്ട്രേഷൻ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിച്ചെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ. അവരത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് അവരത് റിവീൽ ചെയ്യാൻ തയ്യാറുമല്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കൂളിലെ ടീച്ചേഴ്സ്. പക്ഷെ ഞങ്ങളൊക്കെ റിവീൽ ചെയ്യും, പക്ഷെ അവിടെ അത് അവർ ദേ ആർ നോട്ട് റെഡി. സോ ആ കുട്ടികളും അതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു വളരെ ഫ്രസ്ട്രേറ്റഡ് സ്റ്റേജിലാണ് ഈ ഇന്ത്യൻ സ്കൂളിലെ സ്റ്റുഡൻസും അതുപോലെ ടീച്ചേഴ്സും വിത്ത് ദിസ് പാൻഡമിക് സിറ്റുവേഷൻ. ആൻഡ് വി പ്രേ ദാറ്റ് ദിസ് സിറ്റുവേഷൻ വിൽ കം ഔട്ട് സൂൺ and they can be freed from these chains. ശരി, നിരഞ്ജന, ഇവിടെ നിരഞ്ജന സംഗീതത്തിലും പെയിൻറ്റിങ്ങിലും ഒപ്പം നൃത്തത്തിലും പ്രാവീണ്യമുള്ള ഒരു വിദ്യാർത്ഥിനിയാണെന്ന് അറിയാൻ സാധിച്ചു. ഇവിടെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പരിമിതികളെ പലരും സാധ്യതകളായി ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഒരു കാലത്തെ ഇങ്ങനെ സംഗീതമായാലും നൃത്തമായാലും മറ്റേതൊരു മേഖലയിലായി കഴിഞ്ഞാലും അവർക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവർ കൃത്യമായ രീതിയിൽ അത് പലരും വിനിയോഗിച്ചിട്ടുമുണ്ട്. നിരഞ്ജനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഈ ക്ലാസ് എന്ന് വെച്ചാൽ വി ഹാവ് 1 hour ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. അപ്പം അതിന്റെ ഇടയിൽ ഏതെങ്കിലും പിന്നെ നോക്കിയിരിക്കാൻ എന്റെ രീതിയിൽ എനിക്ക് പറ്റില്ല, പിന്നെയും സെയിം ഗാഡ്ജറ്റ്സ് നോക്കിയിരിക്കാൻ. അപ്പം എനിക്കൊരു എനർജി തരുന്ന ഒരു എനർജി ബൂസ്റ്റർ ആണ് ഡാൻസ് അല്ലെങ്കിൽ പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ സംതിങ് വെരി ഇന്ററാക്ഷൻ. ഞാൻ ചിലപ്പോൾ യോഗ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി ബെനിഫിഷ്യൽ ഫോർ മീ. ഞാൻ ഇപ്പൊ തുടങ്ങിയതാ ഈ എക്സസൈസും അങ്ങനെയൊക്കെ. ഡാൻസ് ഒക്കെ ഉണ്ട്, എന്നാലും എന്റെ കൂടെ ഒരു അലോൺ ടൈം, സെൽഫ് ടൈം, എന്നെ ഒന്ന് എന്തൊക്കെയാണെന്ന് നടന്നേ ഒന്ന് ഇതിലൂടെ റിവൈൻഡ് ചെയ്തൊന്ന് കാമായിട്ട് ഇരിക്കാനും എനിക്ക് സത്യം സമയം കിട്ടിയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇപ്പൊ വന്ന ഓൺലൈൻ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ സത്യം പറഞ്ഞാൽ we had time to manage our studies as well as നമ്മുടെ extracurricular activities and youth festival. സാർ പറഞ്ഞ പോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവൽ ടീച്ചേഴ്സ് ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളും ആ രീതിയിൽ അങ്ങോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മള് കുറെ ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞ സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്ലാസ് വരുമ്പോൾ അതിൽ 1-2:20 വരെ ഉണ്ടെങ്കിൽ പിന്നെ ട്യൂഷൻസ് ഒക്കെ ഇടയ്ക്ക് വി ഹാവ് ബ്രേക്സ്. അപ്പൊ ബ്രേക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് നമ്മള് വീട്ടിലാണ് ഇപ്പം ഫുൾ ടൈം ഇരിക്കണേ. ഓൾമോസ്റ്റ് 6 months നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണേ. ആൻഡ് പുറത്തൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് പുറത്ത് പോകാനതിന്. ആൻഡ് അപ്പൊ വീട്ടില് ഇരുന്ന് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ മാക്സിമം ഞാൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അത് തന്നെ. ശ്രീമതി സുധാ രഘുനാഥ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്കകൾ എന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടാൻ പലരും തയ്യാറുമല്ല. കാരണം നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല, കാരണം അങ്ങനെ ഒരു അവസ്ഥയാണ്. അതേസമയം തന്നെ ഈ ഒരു അവസ്ഥയൊക്കെ മാറി ഒരു പഴയ കാലത്തിലേക്ക്, അല്ലെങ്കിൽ പഴയതിനേക്കാളും ഒരു മികച്ച നാളെ, അതാണല്ലോ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴും ഈ വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രതീക്ഷകളുണ്ട്, അതേസമയം തന്നെ ആശങ്കകളുമുണ്ട്. ഈ ആശങ്കകൾ എന്ന് പറയാൻ കാരണം ഈ പാഠ്യ രീതിയുമായി ബന്ധപ്പെട്ട്, പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പോർഷനുമായി ബന്ധപ്പെട്ട് ഈ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കൃത്യമായ രീതിയിൽ അത് കവർ ചെയ്ത് പോകാൻ കഴിയുന്നില്ല. അത് തന്നെ നേരത്തെ പൃഥ്വിയും നിരഞ്ജനയും ഒക്കെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അത് പിന്നീടുള്ള ഒരു പഠനത്തിന് എത്രത്തോളം പ്രയാസകരമായിരിക്കും എന്നുള്ള ഒരു ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടവർ കൂടി എത്രത്തോളം ശ്രദ്ധിക്കണമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം?
ഇപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ കുട്ടി അടുത്ത വർഷം 10th സ്റ്റാൻഡേർഡിലോട്ട് പോവാണ്. അപ്പൊ 9th മുതലേ ആ ഒരു ബേസ് അവർക്ക് കിട്ടണം. എക്സാംസ് ഇങ്ങനെയാണ്, ബോർഡ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് 9th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ അവരെ സംബന്ധിച്ചോളം അവര് വീട്ടിൽ ഇരിക്കുന്നു, അവര് പഠിക്കുന്നു. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ടിക്ക് അടിച്ച് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് പോവാം. അല്ലെങ്കിൽ ഒരു എസ്സേ കൊടുക്കുകയാണെങ്കിൽ അവരത് സാറ് നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. അത് എഴുതുക, സ്കാൻ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇതിനൊക്കെ കുറച്ചധികം, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ടൈം കുറെ അധികം അവർക്ക് വേണ്ടിയിട്ടുണ്ട്. ഇപ്പം ഇളയ കുട്ടിക്കാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ ഇവര് എഴുതി പഠിക്കുന്നില്ല. എഴുതുന്നത് ആ PPT തരുന്നത് അത് അങ്ങോട്ട് അവര് എഴുതി വെക്കുന്നുണ്ട്. ക്ലാസ്സിലാണെങ്കിൽ ഇത് ടീച്ചർ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യും. ബുക്ക് വാല്യുവേഷൻ എന്നൊരു സംഭവമുണ്ട്, അത് വീക്ക്ലി ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സും അത് കെയർ ചെയ്യാറുണ്ട്. അപ്പൊ അടുത്ത വർഷം എങ്ങനെയായിരിക്കും? ഇപ്പോ അവര് കുറച്ച് ഫ്രീ ആണ്, മെന്റലിയും അവര് വീട്ടിൽ തന്നെയാണ്, വേറെങ്ങും പോകേണ്ടതില്ല, സ്കൂളിൽ പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അടുത്ത വർഷം സ്കൂള് എത്രയും പെട്ടെന്ന് തുറക്കട്ടെ. കുട്ടികൾക്ക് ടീച്ചേഴ്സുമായിട്ടും അവരുടെ ഫ്രണ്ട്സുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ അലൗ സാഹചര്യം വരട്ടെ. പഠിത്തം കുറച്ചുകൂടി ബെറ്റർ ആവട്ടെ എന്നുള്ളത് തന്നെയാണ് പ്രാർത്ഥന. അത് നല്ല അടുത്ത ക്ലാസ് ഇപ്പം 10th 12th ഈ ക്ലാസ്സിലുള്ള കുട്ടികൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്നറിയാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയത് കാരണം നമുക്ക് ഇത് തന്നെ ഒരു അനുഗ്രഹമായിട്ട് കരുതി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. ഇതൊരു ബ്ലെസ്സിങ് എന്ന് നമുക്ക് ഇതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടി. യെസ്, പൃഥ്വി, എങ്ങനെയാണ് ഭാവിയെ അല്ലെങ്കിൽ ആ ഒരു നാളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ? പൃഥ്വി കേൾക്കാമെങ്കിൽ ക്ഷമിക്കണം സർ, ഒന്നും കൂടെ പറയൂ. ഈ ഒരു കാലം മാറി നാളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ? എന്നെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് കോളേജൊക്കെ തുറന്ന് ലൈക്ക് ഐ എം ഡിറ്റർമിൻഡ് ടു ഡു എനിത്തിങ്. എന്ത് വേണമെങ്കിലും ചെയ്യാനും റെഡിയാണ്. ഇപ്പൊ പഠിക്കാനാണെങ്കിലും അതുപോലെ ഇപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഞാൻ എന്തിനും നല്ല ഡിറ്റർമിൻഡ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ ന്യൂസുകൾ അറിയുന്നുണ്ട്, ജനുവരിയിൽ ക്ലാസ് തുടങ്ങും എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഉള്ളിൽ തന്നെ ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആണ്, വാട്ട് ടു ഡു നെക്സ്റ്റ്. അപ്പോ ആ ഒരു മെന്റാലിറ്റിയിൽ ആണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ആസ് സ്റ്റുഡൻസ്. ഇപ്പൊ എന്റെ കാര്യം മാത്രമല്ല, ലൈക്ക് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ വേൾഡ്. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഡിറ്റർമിൻഡ് ആണ്. എന്താണ് നടക്കാൻ പോണെന്നൊന്നും അറിയില്ല. Hope so this pandemic is over and we'll be back. ശരി, ഏതായാലും പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെ, വളരെ വേഗം എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പൃഥ്വിയെ പോലെ ഒരുപാട് വിദ്യാർത്ഥികളല്ല, എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു കാത്തിരിപ്പിലാണ്. രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം തന്നെ മുന്നിലെത്തുന്ന വാർത്തകൾ നമുക്ക് അതിൻ്റെ ഒരു സൂചനകളും നൽകുന്നുണ്ട്, ഒരു ശുഭ സൂചനകളും നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയും ആശങ്കയില്ലാത്ത സാഹചര്യത്തിലേക്ക് വളരെ വേഗം എത്തട്ടെ. അത്തരത്തിലുള്ളൊരു പ്രതീക്ഷകളാണ് ഈ ഒരു സംവാദം ഇവിടെ പങ്കുവച്ചത്. വളരെയധികം നന്ദി. ഈ ഒരു പ്രവാസികൾ പറയട്ടെ എന്ന സംവാദത്തിൽ പങ്കെടുത്ത ശ്രീ പ്രഭാവി നായർ, സുധാ രഘുനാഥ്, നിരഞ്ജന പ്രമാദ്, പൃഥ്വി അനിലാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പ്രേക്ഷകർക്കും. പ്രവാസികൾ പറയട്ടെ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.